ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ ആറക്കൽ തേവറത്തോട്ടത്ത് കുഴൽക്കിണറിൽ നിന്ന് സ്വകാര്യ വ്യക്തി വെള്ളം വിതരണം ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള പോലീസ് നടപടിക്കെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി രംഗത്തെത്തി. വെള്ളം വിതരണം ചെയ്യുന്നതിനെതിരെ സമീപവാസിയായ അനിരുദ്ധൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിതരണം തടഞ്ഞത്. തുടർന്ന് കഴിഞ്ഞ ദിവസം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വിതരണം പോലീസ് തടഞ്ഞാൽ ബലമായി വെള്ളം പിടിച്ചെടുക്കുമെന്ന് നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പിനായി വെള്ളം വിതരണം ചെയ്ത വ്യക്തിയെയും പരാതിക്കാരനെയും പുനലൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് വിളിപ്പിച്ചപ്പോഴാണ് പരാതിക്കാരനെതിരെ നാട്ടുകാരും രംഗത്തെത്തിയത്. കുഴൽക്കിണറിൽ നിന്ന് അധികമായി വെള്ളം വിതരണം ചെയ്യുന്നതിനാൽ സമീപത്തെ കിണറുകളിലെ വെള്ളം വറ്റിയെന്നും പണം വാങ്ങി വ്യാവസായിക ആവശ്യങ്ങൾക്ക് വെള്ളം വിൽക്കുന്നുവെന്നുമായിരുന്നു പരാതിക്കാരന്റെ ആരോപണം. വെള്ളം എടുക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുഴൽക്കിണറിൽ നിന്ന് വെള്ളം എടുത്ത് ഫസ്റ്റിലെ ഇത് തുടങ്ങിയിട്ടൊരു 3 മാസമായി. അത് ആദ്യമേ നമ്മളത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ വണ്ടിക്ക് വെള്ളം എടുത്ത് പരിസരത്തെല്ലാം കൊടുത്തോ, ഒരു കുഴപ്പമില്ല. ഇത് രാധാകൃഷ്ണൻ എന്നൊരു വ്യക്തി കക്ഷിയുടെ കുറച്ച് ഗുണ്ടകളും ചേർന്നിട്ട് അവിടുന്ന് വെള്ളം എടുത്ത് ഈ കോൺക്രീറ്റ് കെട്ടിടത്തിന് കോൺക്രീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ 14 ലിറ്റർ വെള്ളം ഉത്സവത്തിന് ഒരു 5-6 ദിവസത്തേക്ക് മുമ്പിട്ട് ഒരാഴ്ച അടിക്കുക 14 ലിറ്റർ വെള്ളത്തിന്റെ ക്യാനെടുത്ത് വെച്ചിട്ട് അടിയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ആ പരിസരത്തുള്ള കിണർ മൊത്തം പറ്റി. അതിനെതിരായിട്ട് നിയമ നടപടി വേണമെന്ന് നമ്മൾ പറയുന്നത്. നിയമപരമായിട്ട് അവർക്ക് വെള്ളം എടുക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ അവർ എടുക്കാം, ഞങ്ങളെ തടയത്തില്ല. നിയമപരമായിട്ട് മാത്രം. അതേസമയം തേവറത്തോട്ടം പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് വലിയ പരിഹാരമാണ് ഈ കുടിവെള്ള വിതരണം മൂലം ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. എന്നാൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ പുരയിടത്തിലുള്ള കുഴൽക്കിണറിൽ ഭൂഗർഭ കുഴൽക്കിണറാണ്. ധാരാളം ജലസ്രോതസ്സുള്ള കിണറിൽ നിന്നും അവിടെ വെള്ളത്തിനായി ചെല്ലുന്ന മുഴുവൻ ആളുകൾക്കും ആവശ്യം പോലെ വെള്ളം എടുത്തുകൊണ്ട് പോകാനും അതോടൊപ്പം വണ്ടിയിൽ വെള്ളം കയറ്റിക്കൊണ്ടുപോവുകയാണെങ്കിൽ വണ്ടിയുടെ കൂലി മാത്രം ഈടാക്കിക്കൊണ്ട് വില്ലേജിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെത്തി ഈ വെള്ളം ഏതാണ്ട് മാസങ്ങളായി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരെ സംബന്ധിച്ച് പഞ്ചായത്തിൽ നിന്നും തരുന്ന വെള്ളം ഒരു കാരണവശാലും വാർഡിന്റെ കുടുംബങ്ങൾക്ക് ആവശ്യത്തിന് കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു വലിയ അവസ്ഥയുണ്ട്. അപ്പോൾ ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പഞ്ചായത്ത് മെമ്പർമാരെ സംബന്ധിച്ച് കുടിവെള്ളത്തിന്റെ വിഷയം കാരണം റോഡിലൂടെ നടക്കാൻ വയ്യാത്ത അതിഗുരുതരമായ അവസ്ഥ ഉള്ളപ്പോഴാണ് ഞങ്ങളുടെ വാർഡിൽ ഈ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് വളരെ നല്ല നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചെല്ലുന്ന ആളുകൾക്കെല്ലാം വെള്ളം നൽകി കല്യാണ വീടുകൾ, മരണ വീടുകൾ, പാവപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ ഒരു തുള്ളി വെള്ളം കിട്ടാൻ ദാഹിക്കുന്ന നിരവധി ഭവനങ്ങളിലേക്ക് ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഈ ജലം എത്തിക്കുന്ന ഈ നടപടിയെ അവിടുത്തെ UDF എന്ന് പറയുന്ന കുറച്ച് ആളുകൾ 1-2 വ്യക്തികൾ ചേർന്ന് ആ വെള്ളം എടുക്കുന്നതിനെ തടയുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പരിസര പ്രദേശത്തുള്ള കിണറുകളുടെ ജലലഭ്യതയെ ബാധിക്കാത്ത നിലയിൽ കല്ലുവളയിൽ രാധാകൃഷ്ണൻ എന്ന വ്യക്തി നിർമ്മിച്ചിട്ടുള്ള കുഴൽക്കിണറിൽ നിന്നും കഴിഞ്ഞ 2 മാസമായി ഈ വരൾച്ചയുടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഈ ജലം ലഭിക്കുമായിരുന്നില്ല എങ്കിൽ നിശ്ചയമായും ആപാലവൃദ്ധ ജനങ്ങളും കുടിവെള്ളത്തിന് വേണ്ടി നാട് വിട്ടുപോകേണ്ടുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. ആ സ്ഥിതിവിശേഷം തടയുന്ന നിലയിലാണ് ആ പ്രദേശത്തെ ജലലഭ്യത ഇല്ലാത്ത ജനങ്ങൾക്ക് രാധാകൃഷ്ണന്റെ കുഴൽക്കിണറിൽ നിന്നും യഥേഷ്ടം ജലം സൗജന്യമായ നിലയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. സമീപത്തെ അംഗൻവാടിയുടെ ആവശ്യങ്ങൾക്കും ഇവിടെ നിന്നാണ് വെള്ളമെടുക്കുന്നത്. കുടിവെള്ള വിതരണം പോലീസ് തടഞ്ഞതോടെ നാട്ടുകാർ മൊത്തത്തിൽ ദുരിതത്തിലായിരുന്നു. ഈ രോഷമെല്ലാം നാട്ടുകാർ ഡിവൈഎസ്പി ഓഫീസിൽ പ്രകടിപ്പിച്ചു. ഈ വെള്ളം മൊത്തം അടിയുന്ന കണ്ടമാനം ഇത് ഈ കുഴൽക്കിണർ മാത്രം വലിക്കത്തില്ല. അല്ല സാറേ, അങ്ങനെയാണെങ്കിൽ ഈ പരിസരത്തുള്ള 3-4 പേരെ അതിന്റെ ഒറിജിനൽ ആൾക്കാരുള്ള ബാക്കിയെല്ലാം അതിന് വിട്ടാൻ വന്നേക്കുന്നത്. ഈ 10 വീടുകളിലെ വെള്ളമുള്ളതാണ്. അവിടെ ഉള്ളത് മൊത്തം ഇവിടെ തന്നെ എടുക്കുന്നത്. ഇവർ ചില ആൾക്കാർ കൊടുക്കുന്നില്ല. 1000 ലിറ്ററിന്റെ ഒരു ടാങ്ക് ഏത് സമയം ഫില്ലായിരിക്കും. ഡിവൈഎസ്പിയുടെ അഭാവത്തിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് നാട്ടുകാരുമായി ചർച്ച നടത്തിയത്. പോലീസ് തടഞ്ഞാലും തങ്ങൾ വെള്ളമെടുക്കുമെന്ന് നാട്ടുകാർ തറപ്പിച്ചു പറഞ്ഞു. ഇതോടെ പരാതിക്കാരനും പോലീസിനും മറ്റു വഴികളില്ലാതായി. വ്യാവസായിക ആവശ്യങ്ങൾക്ക് കുഴൽക്കിണറിൽ നിന്ന് വെള്ളം നൽകുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ തങ്ങൾ അനുവദിക്കില്ലെന്നും അവർ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിൽ ധാരണയുണ്ടായില്ലെങ്കിലും വെള്ളിയാഴ്ച മുതൽ ജലവിതരണം പുനരാരംഭിച്ചു. ഡിവൈഎസ്പിയുമായി ഫോണിൽ നടത്തിയ ചർച്ചയിൽ വിതരണം പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ പുനരാരംഭിക്കാൻ അനുമതി ലഭിച്ചിട്ടുള്ളതായി CPM ആറക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. അനിൽകുമാർ പറഞ്ഞു. തേവറത്തോട്ടം RK ഹൌസിൽ ശ്രീ രാധാകൃഷ്ണന്റെ കുഴൽക്കിണറിൽ നിന്നും എടുത്തുകൊണ്ടിരുന്ന വെള്ളം ഇപ്പോൾ പ്രദേശത്തെ 1-2 ചില തൽപര കക്ഷികൾ വ്യക്തിവൈരാഗ്യം കാരണം പോലീസിനെ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. 2 ദിവസമായി ലഭിച്ചുകൊണ്ടിരുന്ന വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ നാട്ടിൽ ഇപ്പോൾ സംജാതമാക്കിയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ പോലീസ് അധികാരികളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് നാളെ 2 ദിവസമായും
ഈ തടസ്സം നീക്കി കിട്ടുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെ വിതരണം ചെയ്യുന്ന വെള്ളത്തിന് യാതൊരുവിധ വിലയും ആ കുടുംബം വാങ്ങുന്നില്ല. അതിനെ ദുഷ്പ്രചരണം നടത്തി വെള്ളം വിറ്റു കാശാക്കുന്നു എന്നുള്ള നിലയിലാണ് 2-3 പേർ UDFന്റെ ലേബലിൽ രാഷ്ട്രീയം കളിക്കുന്നത്. ഇത് നാട്ടിലെ ബഹുജനങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഈ വെള്ളം നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കുന്നതിന് പ്രദേശത്തെ CPIM-ഉം ഇടമളക്കൽ ഗ്രാമപഞ്ചായത്തും ഈ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് നിന്നും ആ കുഴൽക്കിണറിൽ നിന്നും വെള്ളം ശേഖരിച്ച് ഈ വാർഡ് പ്രദേശത്തെ ആവശ്യമുള്ള മുഴുവൻ കുടുംബങ്ങളിലെയും എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടിയും ഇന്നു മുതൽ ഞങ്ങൾ സ്വീകരിക്കും എന്ന് ഈ അവസരത്തിൽ ബന്ധപ്പെട്ട അധികാരികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.